ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ് സിനി വേൾഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ഞാനൊരു ഹൊറർ സ്റ്റോറി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോഴാണ് അതിന് പറ്റിയ സാഹചര്യവും അതിന് പറ്റിയൊരു കഥയും കിട്ടിയത്. ഈ കഥയിലെ നായികയും ജേർണലിസ്റ്റുമായ കിം തന്റെ ജോലി നിലനിർത്താൻ ഒരു നല്ല വാർത്ത കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇവളുടെ ഒരു ഉറ്റ സുഹൃത്തുണ്ടാകും, വിവോൺ എന്നു പേരുള്ള ഒരുത്തൻ. അവൻ ഇവളോട് ഓക്സോ സ്റ്റേഷനിൽ കുറച്ച് സമയത്തിനുള്ളിൽ നടന്ന ചില ദുരൂഹതയേറിയ മരണങ്ങളെ കുറിച്ച് ഇങ്ങനെ അറിയിക്കും. ഇവള് ജേർണലിസ്റ്റ് ആണല്ലോ, അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ഒക്കെ ഇങ്ങനെ റെഡിയാക്കണം. അതിനായി കിമ്മും സുഹൃത്തായ വിവോണും ചേർന്ന് ഈ സംഭവങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. അന്വേഷിച്ചു പോകുമ്പോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പഴയൊരു അപകടവും അതിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രതികാരാത്മാവിനെയും അവർ കണ്ടെത്തും. വളരെ പഴക്കമേറിയ ഒരു കിണറും അതുമായി ബന്ധപ്പെട്ട ചില വേവലാതികളും അവർ കണ്ടെത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആത്മാവ്, പ്രതികാരാത്മാവ്. ഈ ആത്മാവാണെങ്കിൽ തന്റെ കഷ്ടങ്ങൾ അനുഭവിപ്പിക്കാൻ നിരപരാധികളായ ആളുകളെ വേട്ടയാടുകയാണ്, കൊന്നൊടുക്കുകയാണ്. ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ പാറ്റേണുള്ള വേട്ട എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര വേട്ട. സാഹിത്യപരമായി പറഞ്ഞാൽ ചന്ദ്രൻ മുങ്ങിയ രാത്രികളിലും ശബ്ദമില്ലാത്ത ട്രെയിൻ പാതകളിലും തുടർന്നുള്ള ഭയത്തോടെ കാണികളെ കൊണ്ടുപോകുന്ന ഒരു ഹൊറർ സ്റ്റോറി. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, പ്രേത സിനിമ പേടിയുള്ളവരാരും തന്നെ ഈ ഫിലിം ഒറ്റക്ക് കാണരുത് കേട്ടോ. ഈ സിനിമയിലെ ചില രംഗങ്ങൾ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ ഈ കഥ കേട്ടോളൂ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാപ് സിനി വേൾഡ്. വല്ലാത്തൊരു ഭീകര അന്തരീക്ഷത്തോടു കൂടിയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ആളൊഴിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പയ്യൻ ഇങ്ങനെ ഇരിക്കാവും. അവന്റെ ചുറ്റുപാടൊന്നും ആരും തന്നെ ഉണ്ടാവില്ല. പിന്നെ അവൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു ലേഡി നിൽക്കുന്നത് കാണാം. അവളാണെങ്കിൽ നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ നിൽക്കായിരിക്കും. അതായത് വെള്ളക്കടിച്ചാ കണ്ടിട്ടില്ലേ ആൾക്കാര് നിൽക്കാൻ പോലും വയ്യാതെ അങ്ങനെ നിൽക്കായിരിക്കും. ഏതൊരാളെ പോലെയും അവനും അത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അല്പം സമയം കഴിയുമ്പോ അവള് തല ഇങ്ങനെ ഒരു തൂണിലിടിക്കും. ഇത് കണ്ടപാടെ ഈ പയ്യനാണെങ്കിൽ ആകെ പേടിയാകും. എന്തിനാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അവൻ ഇങ്ങനെ ആലോചിക്കും. മാത്രല്ല അവൻ ഈ ലേഡിയുടെ ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യും. ഒരു ലേഡി വെള്ളമടിച്ച് സ്റ്റേഷനിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. ആ പോസ്റ്റിനാണെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് എല്ലാം ഇടുന്നുണ്ടാകും. അതായത് നീ 911 വിളിക്ക്, അവൾക്ക് എന്താ ഭ്രാന്താണോ, അങ്ങനെയൊക്കെ. അതിനിടയിൽ അവനൊരു പോസ്റ്റ് കാണും, അവിടെ നിൽക്കരുത്, അതൊരു പ്രേതമാണ് എന്നൊക്കെ. ഈ ജനങ്ങൾക്ക് എന്താ ഭ്രാന്താണോ, അവരെന്താണ് ഈ പറയുന്നത് എന്നൊക്കെ അവനിങ്ങനെ വിചാരിച്ച് പതിയെ ആ ലേഡി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കുമ്പോ അവളെ അവിടെ കാണാൻ ഉണ്ടാവില്ല. ഇതെന്തു മറിമായം, പെട്ടെന്ന് അവൾ എങ്ങനെ അപ്രതീക്ഷിതമായി എന്നൊക്കെ കരുതി അവൻ അങ്ങോട്ടേക്ക് ചെല്ലും. പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോമിന്റെ ഡോർ ആണെങ്കിൽ ഓപ്പണും ആകും. ഈ പയ്യനാണെങ്കിൽ അതിന്റെ അകത്തേക്ക് തലയിട്ട് അവൾ അതിനുള്ളിൽ എങ്ങാനും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയായിരിക്കും. കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ പോലെ അത് അവന്റെ അവസാന നോട്ടായിരുന്നു. ആ പ്ലാറ്റ്ഫോം ഡോർ അടഞ്ഞ് അവന്റെ തല അങ്ങ് മുറിഞ്ഞു പോകും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സിനിമയുടെ ഒരു നിലപാട്? അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മരണവും ദുരൂഹതയും പേടിപ്പെടുത്തുന്നതും ഒക്കെയാണ് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കഥയുടെ നായികയായ കിമ്മിനെയാണ്. അവളൊരു ജേർണലിസ്റ്റ് ആയിരിക്കും. അവൾ ചെയ്ത ഒരു തെറ്റിന് വിചാരണ നടക്കുകയായിരിക്കും. അവിടെ സംഭവം എന്താന്ന് വെച്ചാല് കിം ഒരു ആർട്ടിക്കിൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനൊരു മോഡലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ കിമ്മിന് ഒരു ഫ്രണ്ട് ഉണ്ടാകും, വുവോൺ എന്ന് പറഞ്ഞിട്ട്. അവനൊരു ലേഡി എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളെ കാണിച്ചു കൊടുത്ത് ആ ലേഡിയെ മോഡലായിക്കോ, നിനക്ക് പറ്റിയ ആളെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാകും. അങ്ങനെ ഈ കിം ലേഡിയുടെ അടുത്ത് പോയി അവളോട് അനുവാദമൊക്കെ ചോദിച്ചൊരു ഫോട്ടോ എടുക്കും. മാത്രല്ല അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. പക്ഷേ ആ ലേഡി ആണെങ്കിൽ ആ സമയത്ത് സ്വയബോധത്തിലായിരുന്നില്ല കേട്ടോ. കിം ആ ചിത്രം പ്രസിദ്ധീകരിച്ചതും ആ ലേഡി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാകും. അനുവാദമില്ലാതെ തന്റെ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേസിന്റെ വിചാരണയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ പാവം കിം ആണെങ്കിൽ ഒരുപാട് തവണ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. താൻ അതൊരു ലേഡി ആണെന്ന് കരുതിയാണ് ഫോട്ടോ എടുത്തത്, അതൊരു ബോയ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ കേസ് കൊടുത്ത ആളുടെ വക്കീലാണെങ്കിൽ കിമ്മിനോട് പറയും, പ്രോബ്ലം നീ ഫോട്ടോ എടുത്തത് ആണാണോ പെണ്ണാണോ എന്നൊന്നുമല്ല, എന്റെ കക്ഷിയുടെ അനുവാദമില്ലാതെയാണ് നീ ഫോട്ടോ എടുത്തത്, അതുകൊണ്ട് ഞങ്ങൾ കേസിന് പോവുകയാണ് എന്ന്. ഇത് കേട്ട ഈ കിമ്മിന്റെ ബോസ് അവളോട് പറയും, കിമ്മേ നീ കൂടുതലൊന്നും പറയാതെ ഇവരെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തേക്ക്. കിം ആണെങ്കിൽ അത്രക്ക് റിച്ച് ഒന്നും അല്ല കേട്ടോ. അവള് ചോദിക്കും എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ. ഇവളുടെ ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കണ്ണിച്ചോറില്ലാത്ത ഒരാളാണ്. ബോസ് കിമ്മിനോട് ഇത് നിന്റെ ഭാഗത്തുള്ള ഫോൾട്ട് ആണ്, ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്കുന്നത് തന്നെ തെറ്റാണ്, അതുകൊണ്ട് ഏകദേശം ഒരു $50,000 ഒക്കെ നഷ്ടപരിഹാരമായി നീ കൊടുക്കേണ്ടി വരും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, ആ കേസ് കൊടുത്ത
അവരെ അടുത്തു പോയി നീ എങ്ങനാന്ന് വെച്ച സോൾവ് ചെയ്തേക്ക്, ഈ കാര്യത്തിൽ ഞാനോ നമ്മുടെ കമ്പനിയോ ഒന്നും തന്നെ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് കൈയൊഴിയും. നമ്മുടെ കിമ്മിന്റെ കയ്യിലാണെങ്കിൽ $50,000 പോയിട്ട് ഒരു $50 പോലും ഉണ്ടാകില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കിം അവൾക്ക് ഈ ലേഡിയെ കാണിച്ചു കൊടുത്ത ആ ഫ്രണ്ട് ഉണ്ടല്ലോ വുവോണ്, അവന്റെ അടുത്തു പോയി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കും. അതായത് നീ കാണിച്ചു തന്നത് ഒരു ലേഡി അല്ല, അതൊരു ബോയ് ആണ് എന്നൊക്കെ. മാത്രല്ല അവൾ ഈ കേസ് കൊടുത്ത വ്യക്തിയുടെ നമ്പർ ഉണ്ടോ, എങ്ങനെയും തനിക്ക് ഈ കേസ് സോൾവ് ആക്കണം എന്നൊക്കെ പറയും. വുവോൺ ആണെങ്കിൽ ഇവളെ കളിയാക്കും. അല്ല നിനക്ക് ഫോട്ടോ എടുക്കാൻ പോയപ്പോ മനസ്സിലായില്ലേ അതൊരു ലേഡി അല്ല ബോയ് ആണെന്നൊന്നും? പിന്നെ ഞാൻ നിന്റെ ആർട്ടിക്കിളിന് പറ്റിയ ഒരു മോഡലിനെ കണ്ടപ്പോ പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ അവരുടെ നമ്പർ ഒന്നും തന്റെ കയ്യിലില്ല എന്ന് പറയും. നടന്നത് നടന്നു, ഇനി ആ വ്യക്തി എവിടെയും വെച്ച് കണ്ടാൽ എന്നെ അറിയിക്കണം, കേസിനൊന്നും പോവാൻ തനിക്ക് വയ്യെന്ന് കിം അവരെ അറിയിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയില്ലേ, എടാ എന്റെ അവസ്ഥ എങ്ങനെയാണ്, അതൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെയൊക്കെ. അതുപോലെ കിം ഇങ്ങനെ അവരോട് പറയും, എനിക്കൊരു പുതിയ സ്റ്റോറി ഉണ്ടാക്കണം, ഒരു മാസ് സ്റ്റോറി, എല്ലാ മാഗസിനെയും പിന്തള്ളി ടോപ്പിൽ വരുന്ന ഒരു സ്റ്റോറി. ഇത് കേട്ട ഉടനെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, വുവോൺ അല്ലാത്ത വേറൊരുത്തൻ. അവൻ ഇവളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കും, നിനക്ക് പറ്റിയൊരു സ്റ്റോറി ഉണ്ട്, ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒന്ന്. അല്ല നീ ഇന്നലെ ഓക്സോ പ്ലാറ്റ്ഫോമിൽ ഒരുത്തൻ മരിച്ച കാര്യം കേട്ടിരുന്നോ എന്ന് ചോദിക്കൂട്ടോ. താൻ കേട്ടു എന്നും തന്റെ എഡിറ്റർ അതിനെ കുറിച്ചൊരു ന്യൂസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അതൊരു സൂയിസൈഡ് അല്ലേ, അതൊന്നും എനിക്ക് സ്റ്റോറി ആക്കാൻ മാത്രമുള്ള കഥയൊന്നുമില്ല എന്നായിരിക്കും അവളുടെ മറുപടി. അപ്പൊ ഈ ഫ്രണ്ട് അവളോട് പറയും, ഏയ് അത് സൂയിസൈഡ് ഒന്നുമല്ല, അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. എന്നിട്ട് അതിങ്ങനെ പറയാനിരിക്കുമ്പോ ഈ വുവോൺ അവനോട് പറയും, നീ ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ അത് ആരോടും പറയരുതെന്ന്. ഇത് കേട്ടപ്പോ കിമ്മിന് ആകാംക്ഷയാവും. ഏയ് എന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കണ്ടോ, എന്താണ് ആ സംഭവം എന്നൊക്കെ അവൾ ഇങ്ങനെ ചോദിക്കും. പിന്നെ വുവോൺ ആ സംഭവം ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. ഈ വുവോൺ ഉണ്ടല്ലോ, അവൻ ഈ ഓക്സ്റ്റോ സ്റ്റേഷനിലെ ഒരു ക്ലർക്കായി വർക്ക് ചെയ്യായിരിക്കും. അവന്റെ വർക്കിന്റെ ഭാഗമായി അവൻ ഈ സർവൈലൻസ് റൂമിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. അപ്പൊ CCTVയിലാണെങ്കിൽ നേരത്തെ മരിച്ചു എന്ന് പറഞ്ഞ ആ വ്യക്തി പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽവേ പാളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് കാണും. ഇത് കണ്ട വിവോന്റെ സൂപ്പർവൈസർ, നീ വേഗം ചെന്ന് അയാളെ പിടിച്ചു മാറ്റ്, അയാൾ ആത്മഹത്യക്ക് നിൽക്കാണെന്ന് തോന്നുന്നു, ട്രെയിനിന്റെ സമയമായിട്ടുണ്ട് എന്ന് പറയും. അയാളെ രക്ഷിക്കാനായി ഓടിച്ചെന്ന വിവോണ് പെട്ടെന്ന് എന്തോ ഒരു സംഭവം കണ്ട് അവിടെ സ്റ്റക്ക് ആവും. അവൻ സൂക്ഷിച്ചു നോക്കുമ്പോ അവിടെ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നതായി കാണും. എന്താ സംഭവം എന്നൊന്നും അവന് മനസ്സിലാവില്ല കേട്ടോ. എന്തോ അമാനുഷിക ശക്തി പോലെയൊക്കെ അവന് തോന്നും. അല്ല ഈ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ അവനിങ്ങനെ ആലോചിച്ച് നിൽക്കായിരിക്കും. ഈ സമയത്താണെങ്കിൽ അവൻ രക്ഷിക്കാൻ വന്ന ആ വ്യക്തിയെയും ഇടിച്ച് ട്രെയിൻ അവന്റെ അടുത്തേക്ക് വരും. അവൻ ട്രാക്കിൽ നിന്നും എങ്ങനെയൊക്കെയോ മാറി രക്ഷപ്പെടും. താൻ കണ്ടത് എന്തോ ഒരു അമാനുഷിക ശക്തിയാണ്, അതുകൊണ്ട് നിനക്കിത് സ്റ്റോറി ആക്കിക്കൂടെ എന്ന് കിമ്മിനോട് ചോദിക്കുമ്പോ കിമ്മിന് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. അല്ല ആ കുഞ്ഞെങ്ങനെയാണ് ആ പ്ലാറ്റ്ഫോമിൽ വന്നത് എന്നൊക്കെ അവൾക്ക് ഡൗട്ട് ആവും. മാത്രല്ല അവള് പറയും, ഇവൻ മാത്രല്ലേ ഈ സംഭവം കണ്ടിട്ടുള്ളൂ, വേറെ ഒരു വിറ്റ്നസ് കൂടി ഉണ്ടെങ്കിൽ എനിക്കിത് സ്റ്റോറി ആക്കാമായിരുന്നു. ഇത് കേട്ടപ്പോ ഏയ് ഞാൻ മാത്രമൊന്നുമല്ല, ഫ്യൂണറൽ ഡയറക്ടറും ആ കുഞ്ഞിനെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് വിവോൺ അവളോട് പറയും. കഥ ശരിക്കും ശ്രദ്ധിച്ചോളൂട്ടോ, ഇനിയാണ് ഈ കഥയുടെ അന്വേഷണം നടക്കുന്നത്. അവിടെ നിന്ന് കിം നേരെ ഫ്യൂണറൽ ഡയറക്ടറെ കാണാൻ പോകും. ഫ്യൂണറൽ ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഈ മോർച്ചറിയിൽ ഡെഡ് ബോഡി പരിശോധിക്കില്ലേ, എങ്ങനെ മരിച്ചു എന്നൊക്കെ അറിയാൻ അങ്ങനെയുള്ള ഒരു ഓഫീസറാണ്. അയാളുടെ ഓഫീസിൽ കയറുമ്പോ ഒരു ലേഡി ഇങ്ങനെ വന്ന് വളരെ ഗൗരവത്തിൽ ആ റൂമിൽ ഒരു ഡോർ എല്ലാം ഓപ്പൺ ചെയ്ത് അവിടെ എന്തോ ഫയലൊക്കെ വെക്കും. ഈ സമയത്ത് ആ ഫ്യൂണറൽ ഡയറക്ടർ അങ്ങോട്ടേക്ക് വരും. കിം അയാളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയും. അതായത് നിങ്ങൾ ഈ ഡെഡ് ബോഡി ഒക്കെ പരിശോധിക്കാൻ പോകാറില്ലേ, അപ്പോൾ എപ്പോഴെങ്കിലും വല്ല അമാനുഷിക ശക്തി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. തന്റെ അച്ഛന്റെ കാലം തൊട്ടേ പാരമ്പര്യമായി ഡെഡ് ബോഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ആത്മാക്കളെ കണ്ടുപിടിക്കാനും എല്ലാം ഞങ്ങൾ പോകാറുണ്ടെന്ന് പറയും. അച്ഛൻ മരിച്ചതോടെ താനാണ് ഇപ്പൊ ബോഡി എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകാറുള്ളത് എന്ന് ഫ്യൂണറൽ മറുപടി പറയും. ഇതും കൂടി കേട്ടപ്പോ കിമ്മിനാണെങ്കിൽ ആകാംക്ഷ കൂടും. അവൾക്ക് വ്യൂവോങ് പറഞ്ഞത് സത്യമാണോന്ന് അറിയണല്ലോ. അല്ല നിങ്ങൾ എന്തെങ്കിലും ആത്മാവിനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അമാനുഷിക ശക്തിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അവൾ ഇങ്ങനെ ചോദിക്കും. താൻ ആദ്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ഓക്സോ പ്ലാറ്റ്ഫോം തുറന്നപ്പോൾ ഉണ്ടായ ഒരു ആത്മഹത്യയാണ്. അവിടെ ചെന്നപ്പോ ആ വ്യക്തി പീസായി കിടക്കായിരുന്നു എന്നും ഈ വ്യക്തി അവളെ അറിയിക്കും. ഏയ് എനിക്കതല്ല അറിയേണ്ടത്, അവിടെ നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടോ, ഒരു ചെറിയ കുട്ടിയെ എന്ന് കിം ചോദിക്കുമ്പോ അവൻ ആ സംഭവം അങ്ങ് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസത്തെ ആക്സിഡന്റിന് ശേഷം അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി ഇയാളെയാണ് അവർ വിളിച്ചിരുന്നത്. ആശാനാണെങ്കിൽ ഫുൾ ടൈം ആൽക്കോളിക് ആണ് കേട്ടോ. അവൻ ഇങ്ങനെ ചില്ലായി ആൽക്കോളോ കുടിച്ച് ഈ മരിച്ച വ്യക്തിയുടെ ഓരോ പീസൊക്കെ എടുത്ത് ഇങ്ങനെ പരിശോധിക്കാവും. അതിനിടയിൽ അവിടുത്തെ ഒരു സ്റ്റെയർ കേസിന്റെ ബാക്കിലായിട്ട് ഒരു കുട്ടി നിൽക്കുന്നതായി കാണും. വിയോൻ കണ്ടില്ല ഒരു കുട്ടിയെ, അതേ കുട്ടി. അവൻ പതിയെ അടുത്തു പോയി, അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നേ, നിന്റെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ആ കുട്ടി ഒന്നും പറയാതെ ഒരു ബോർഡ് ഇങ്ങനെ ഉയർത്തി കാണിക്കും. ആ ബോർഡിൽ 1211 എന്നെഴുതി കാണും. അവൻ അതും വായിച്ച്, ഓ അതാണോ നിന്റെ പേര് എന്ന് ചോദിക്കും. ഈ സമയത്താണെങ്കിൽ നേരത്തെ അവൻ വന്നപ്പോ അവന്റെ
കൂടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അയാളുടെ ഒരു നിലവിളി കേൾക്കും. സംഭവം വേറൊന്നുമല്ല, ആക്സിഡന്റിൽ മരിച്ച വ്യക്തിയുടെ കാലിന്റെ അവശിഷ്ടം കണ്ട് പേടിച്ചതാവും പാവം. അവൻ ഈ ഇൻവെസ്റ്റിഗേറ്ററോട് സാറേ ഓടി വരണേ, ഇവിടെ എന്തോ ഉണ്ടെന്ന് പറയും. താനിപ്പോ വരാമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ നോക്കുമ്പോ അവിടെ കുട്ടി പോയിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ സംഭവം കിമ്മിനോട് ഇങ്ങനെ വിശദീകരിച്ച് അവൻ ആൽക്കോൾ കുടിച്ച് അവന്റെ ചുണ്ട് തുടക്കുമ്പോ അവന്റെ കയ്യിൽ 3 നഖത്തിന്റെ പാടുകൾ കാണാം. കിം ആണെങ്കിൽ അതൊന്നും അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അവിടെ നിന്ന് ഇറങ്ങിയ കിം വ്യൂവോങ്ങിനെ വിളിച്ച് എടാ നീ പറഞ്ഞത് കറക്റ്റ് ആണ്, ഞാൻ ഈ സ്റ്റോറി ആർട്ടിക്കിൾ ആക്കാൻ തീരുമാനിച്ചു. പക്ഷേ തനിക്ക് CCTV ഫൂട്ടേജ് കൂടി വേണം, തെളിവായിട്ട് നീ എങ്ങനെയും അത് ഒപ്പിച്ചു തരണം കേട്ടോ. നിന്റെ പേരൊന്നും ഞാൻ എവിടെയും പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യും. മാത്രല്ല അവൾ തെളിവ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഈ കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് പോകും. സർ, ആ സബ്വേ കേസിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ, ഒരു കുട്ടി അവിടെ എല്ലാവരും കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? ഫ്യൂണറൽ ഡയറക്ടറും അവിടെ ഒരു കുട്ടിയെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇത് കേട്ട ഡിറ്റക്റ്റീവ് അവളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കും. എന്റെ പൊന്നു മോളെ, ഇല്ലാത്ത കഥയൊന്നും പ്രചരിച്ചു വിടല്ലോ. ആ ഫ്യൂണറൽ ഡയറക്ടർ ഫുൾ ടൈം ആൽക്കോളിക് ആണ്, അതുകൊണ്ട് അയാൾക്ക് ഇല്ലാത്തതൊക്കെ ഉള്ളതായി തോന്നും. നീ അതൊന്നും എഴുതി പിടിപ്പിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. ഈ സമയത്ത് നമ്മുടെ വ്യൂവോങ് ആണെങ്കിൽ വിശ്രമിക്കുകയായിരിക്കും. അവനാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നുണ്ടാകില്ല. ഒരു ആത്മഹത്യയാണല്ലോ നേരിട്ട് കണ്ടത്. ആ ദൃശ്യം അവന്റെ മൈൻഡിൽ വന്ന് അവൻ ഞെട്ടി എണീക്കും. പിന്നെ നേരെ വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി നിൽക്കുമ്പോ ടോയ്ലറ്റിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കും. വല്ലാത്തൊരു അലർച്ച. അതാരാണെന്ന് നോക്കാനായി അവൻ ആ ടോയ്ലറ്റിന്റെ ഡോർ ഓപ്പൺ ആക്കാന്നില്ല. ഈ സമയത്ത് അത് തനിയെ കിടന്നിങ്ങനെ അടിക്കും. ഈ ഒരു സംഭവം നേരിട്ട് കണ്ടപ്പോ വ്യൂവോൺ ആണെങ്കിൽ പേടിച്ച് ബാക്കിലോട്ട് അങ്ങ് പോകും. പിന്നെ ആ ഡോർ ഇങ്ങനെ പതിയെ പതിയെ തുറക്കും. അപ്പൊ നോക്കുമ്പോ അത് അവന്റെ ഫ്രണ്ട് ആയിരിക്കും. അവൻ ഇവനെ പേടിപ്പിച്ചതാണ്. നിനക്ക് ഈ ഇടയായിട്ട് ഇത്തിരി കൂടുന്നുണ്ടിട്ടാ, മനുഷ്യൻ അല്ലെങ്കിലേ പേടിച്ച് നിൽക്കാണ് എന്നും പറഞ്ഞ് വ്യൂവോൺ വാഷ്റൂമിൽ നിന്നും പോകും. പിന്നെ ഈ ഫ്രണ്ട് ഫേസ് വാഷ് ചെയ്യാനായി അങ്ങോട്ടേക്ക് പോകുമ്പോ മിററിൽ 1013 എന്നെഴുതിയതായി അവൻ കാണും. അവനത് വായിക്കുകയും ചെയ്യും. മാത്രല്ല അവൻ ഇങ്ങനെ വിചാരിക്കും, അല്ല വ്യൂവോൺ എന്തിനപ്പ ഈ നമ്പറൊക്കെ ഇവിടെ എഴുതിയത്, അവൻ എന്തെങ്കിലും പറ്റിയോന്നൊക്കെ. വാഷ്റൂമിൽ നിന്ന് പോയ വ്യൂവോങ് സർവൈലൻസ് റൂമിലേക്കായിരിക്കും പോയിട്ടുണ്ടാകുക. അവിടെ അവന്റെ സുപ്പീരിയർ ഉണ്ടാകും. ആശാൻ വന്നത് കിമ്മിന് CCTV ഫൂട്ടേജ് കൊടുക്കാനാണ്. അവന്റെ സുപ്പീരിയർ കാണാതെ അതൊരു പെൻഡ്രൈവിൽ ഇങ്ങനെ കോപ്പി ചെയ്യും. കോപ്പി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് സുപ്പീരിയർ അവനോട് എടാ മോനെ, നീ ആ കേസിന്റെ പിന്നാലെ നടക്കണ്ട, നീ ഇപ്പൊ ട്രെയിനിങ്ങിലല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചേക്കെന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ അവൻ ആ ആക്സിഡന്റ് ആയ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിനിൽ ഒരു പൈലറ്റ് ഉണ്ടാവും. അയാളുടെ മുമ്പിൽ അങ്ങ് പെടും. അയാളാണെങ്കിൽ 0329 എന്ന് പറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നടന്നു പോകും. വ്യോങ് ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കില്ല. അവൻ നേരെ കിമ്മിന്റെ അടുത്ത് പോയി അവൾക്ക് ആ പെൻഡ്രൈവ് കൊടുക്കും. മാത്രല്ല അവൻ ആ പൈലറ്റിനെ കണ്ടതും ആ പൈലറ്റ് ആക്സിഡന്റിന് ശേഷം വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയാണ്. പ്ലാറ്റ്ഫോമിലാണ് ഫുൾ ടൈം എന്നൊക്കെ അറിയിക്കും. കിം നേരെ പ്ലാറ്റ്ഫോമിലോട്ട് വിടും അയാളുടെ മൊഴി എടുക്കാനായിട്ട്. അവിടെ ചെല്ലുമ്പോ നേരത്തെ ഫ്യൂണറൽ ഡയറക്ടറിന്റെ അവിടെ ഒരു ലേഡിയെ കണ്ടില്ലേ, അവളുണ്ടാകും. കിം വന്നപ്പോ അവൾ അവിടെ നിന്ന് എണീറ്റ് പോകും. പിന്നെ കിം ഈ ട്രെയിൻ പൈലറ്റിനോട് അല്ല അന്നെന്താ ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അയാളാണെങ്കിൽ മിറർ കാണിച്ചു കൊടുത്ത് അത് വരും, എന്തായാലും വരും എന്നൊക്കെ പറയും. ആ സമയത്ത് അയാളുടെ തോളിലാണെങ്കിൽ ഒരു കുട്ടിപ്രേതം ഉണ്ടാകും. പക്ഷെ അവൾക്കതൊന്നും കാണാൻ പറ്റില്ല. അവൾ വീണ്ടും ചോദിക്കും, അവിടെ മരിച്ച വ്യക്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടോന്ന്? അല്ല, അവിടെ 2 പേരുണ്ടായിരുന്നു എന്നാകും അയാളുടെ മറുപടി. മാത്രല്ല അയാൾ ദേഹമാകെ ചൊറിഞ്ഞ് 0329 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അവിടെ നിന്ന് എണീറ്റ് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകും. ഈ ഒരു സമയത്ത് അവളുടെ ഓഫീസിൽ നിന്ന് ഒരു കോൾ വരും. സുപ്പീരിയർ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാകുക. മോളെ, നീ തന്ന ഈ സ്റ്റോറി അടിപൊളിയാണ്, ആ വീഡിയോ കിട്ടിയത് ഏതായാലും നന്നായി, ബോസ് ഇപ്പൊ തന്നെ അത് ലൈവിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് പറയും. അവളാണെങ്കിൽ ഇപ്പൊ ആ ട്രെയിൻ പൈലറ്റിന്റെ മൊഴി എടുക്കുകയാണല്ലോ. അവൾ അയാളോട് 3 മണി വരെ വെയിറ്റ് ചെയ്യൂ, കുറച്ചുകൂടി ഡാറ്റാസ് കിട്ടുന്നുണ്ടെന്ന് അറിയിക്കും. എന്നിട്ട് ആ ട്രെയിൻ പൈലറ്റിന്റെ പിന്നാലെ പോകും ബാക്കിയുള്ളതും കൂടെ റെക്കോർഡ് ചെയ്യാനായിട്ട്. അയാളാണെങ്കിലോ ചുമയിലോട്ട് ഇങ്ങനെ മുഖമൊക്കെ തിരിച്ചിരിക്കാവും. കിം അയാളോട് ചോദിക്കും, അല്ല നിങ്ങളൊരു നമ്പർ പറഞ്ഞില്ലേ, എന്താണത്, അതെന്താണെന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിക്കും. കിം ആണെങ്കിൽ ഇപ്പോഴും റെസ്പോൺസ് എല്ലാം തെളിവാക്കാൻ ശ്രമിക്കായിരുന്നു. അവൾക്കാണെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ആ പൈലറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും 0329 നീ അത് പറ എന്നൊക്കെ. കിമ്മിന് ഒന്നും തന്നെ മനസ്സിലാവാത്തോണ്ട് അവൾ ഒന്നും തന്നെ മറുപടിയായി പറയുകയുമില്ല. അവൾ പതിയെ അടുത്ത് ചെന്ന് നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അത് പറയേ എന്ന് പറഞ്ഞ പൈലറ്റ് അങ്ങ് തിരിയും. അപ്പോഴാണ് അയാളുടെ ശരിക്കുമുള്ള മുഖം അവൾ കാണുന്നത്. അപ്പോഴും അവൾക്കൊന്നും മനസ്സിലാകില്ല. ഇത് കണ്ട് അവളാണെങ്കിൽ വേഗം തന്റെ ഓഫീസിലേക്ക് പോകും. അവൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദുസ്വപ്നം കാണും. അതായത് അവളൊരു യാത്ര കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കുട്ടി അവളുടെ കാലങ്ങ് പിടിച്ചു വലിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് അവള് നോക്കുമ്പോ അവളുടെ കൊളീഗ്സ് ഒക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ അവളെ സംഭവം എന്താന്ന് മനസ്സിലാകാതെ അവൾ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. പെട്ടെന്നൊരു സർപ്രൈസ് പോലെ ഹാപ്പി
ഹാപ്പി ബർത്ത്ഡേ കിം എന്ന് പറഞ്ഞ് അവളുടെ കൊളീഗ്സ് ഇങ്ങനെ വരും. അന്ന് അവളുടെ ജന്മദിനാവും. കൊളീഗ്സ് ഒരു സർപ്രൈസ് കൊടുത്തതാണ് അവൾക്ക്. അവളാണെങ്കിൽ ദുസ്വപ്നം കണ്ട് പേടിച്ചിരിക്കായിരുന്നല്ലോ. അങ്ങനെ എല്ലാരും കൂടി അവളുടെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചിരിക്കുമ്പോ അവളുടെ ബോസ് വളരെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവളോട് ചോദിക്കും, കിം, ഇന്ന് നീ ആരെയാണ് ഇന്റർവ്യൂ എടുത്തത്? നീയല്ലേ പറഞ്ഞത് ആ ട്രെയിൻ പൈലറ്റിന്റെ ഇന്റർവ്യൂ എടുത്തു എന്ന്? ഇന്ന് 9 മണിക്കാൾ മരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ നിനക്ക് അയാളുടെ ഇന്റർവ്യൂ കിട്ടിയത്? അതും 9:10. കിമ്മിന്റെ മൈൻഡിലാണെങ്കിൽ അവൾ ആ ഇന്റർവ്യൂ ചെയ്തത് ആ പൈലറ്റിനെ തന്നെയാണ്. അങ്ങനെ അവർ CCTV ഫുട്ടേജ് നോക്കുമ്പോൾ അവൾ ചുമ്മാ പ്ലാറ്റ്ഫോമിലും ആ അണ്ടർഗ്രൗണ്ടിലും ഒക്കെ പോയി ആരോടോ സംസാരിക്കുന്നതാണ് കാണുക. പിന്നെ കിമ്മിനെ അവളുടെ ബോസ് മാറ്റി നിർത്തി കുറ്റപ്പെടുത്തും. നീ ചുമ്മാ പറഞ്ഞതല്ലേ അയാൾ ഇന്റർവ്യൂ എടുത്തു എന്ന്, എല്ലാം നിന്റെ കെട്ടുകഥയാണില്ലേ എന്നൊക്കെ. അപ്പോ ഈ കിമ്മിന്റെ സുപ്പീരിയർ അങ്ങോട്ട് വന്ന് ആ ആക്സിഡന്റിൽ മരിച്ച വ്യക്തിയുടെ സഹോദരിക്ക് കിമ്മിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നറിയിക്കും. അത് ആരാന്ന് വെച്ചാല് ആ ഫ്യൂണൽ ഡയറക്ടറിന്റെ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവളായിരുന്നു അത്. അങ്ങനെ അവളെ കാണാനായി കിം അവളുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ ആ ലേഡി കിമ്മിനോടൊരു കാര്യം പറയും. അതായത് അവളുടെ സഹോദരൻ ഒരു ഷെഫായിരുന്നു. എന്തിനാണ് അവൻ ഓക്സോ പ്ലാറ്റ്ഫോമിൽ പോയെന്ന് തനിക്കറിയില്ല എന്നും ചിലപ്പോ അവൻ ആ കിണർ അന്വേഷിച്ചു പോയതായിരിക്കും എന്നിങ്ങനെ പറയും. കിമ്മിനാണെങ്കിൽ ഒരു കിണറിനെ കുറിച്ചും അറിയുകയുമില്ല. അവള് ചോദിക്കും, കിണറോ? ഏത് കിണർ? അപ്പൊ ആ ലേഡി ഒരു സ്റ്റോറി പറയും. ഓക്സോ നഗരത്തിൽ കുറെ കിണറുണ്ട്. സ്റ്റേഷൻ നിർമ്മിച്ചപ്പോ എല്ലാം മൂടിയതാണ്. തന്റെ അച്ഛൻ ഓക്സോ സ്റ്റേഷൻ തുറന്ന അന്ന് പ്ലാറ്റ്ഫോമിൽ നിന്നും വീണു മരിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് തനിക്കും തന്റെ സഹോദരനും മനസ്സിലായിട്ടുമില്ല. അച്ഛൻ മരിക്കുമ്പോ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഇൻസിഡന്റ് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഹിപ്നോട്ടിസം ചെയ്തു നോക്കി. അപ്പൊ ഒരു കിണർ മാത്രമാണ് കണ്ടത്. ചിലപ്പോ തന്റെ സഹോദരൻ ആ കിണർ അന്വേഷിച്ച് പോയതാവുമെന്ന്. അപ്പൊ കിം ഒരു മറുപടി പറയും ആ ലേഡിയോട്. പിന്നെ ഈ ഓക്സോ സ്റ്റേഷനെ ഇന്റർനെറ്റ് എല്ലാം വരുന്നതിന് മുമ്പേ നിർമ്മിച്ചതാണ്. തനിക്കൊരു സ്ഥലം അറിയാം. ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പുള്ള ഓക്സോ നഗരത്തിന്റെ പിക്ചേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാകും. താൻ എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. നേരത്തെ പറഞ്ഞ ആ സ്ഥലത്തേക്ക്. അവിടെ പോയി നോക്കുമ്പോ ആ ലേഡി പറഞ്ഞതുപോലത്തെ ഒരു കിണറ് കാണും. അതിന്റെ അടുത്തായി ഒരു ഓർഫനേജിന്റെ പിക്ചറും കാണും. കിം വേഗം ആ ലേഡിയെ വിളിച്ച് വിവരം പറയും. ആ ലേഡിക്ക് ഓർഫനേജിനെ കുറിച്ച് എന്തേലും അറിയോന്നറിയാനായിട്ട്. ആ ലേഡിക്കാണെങ്കിൽ കിണർ മാത്രമേ ഓർമ്മയിൽ വരുന്നുണ്ടാവുള്ളൂ. തുടർന്ന് കിം അവളുടെ ചില നിഗമനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ കിണർ ഓക്സോ സ്റ്റേഷന്റെ താഴെയാവാനാണ് ചാൻസ്. നിന്റെ സഹോദരൻ കിണർ തപ്പി പോയപ്പോഴാവും ആക്സിഡന്റ് ആയത് എന്നൊക്കെ. എന്നാലും അവൻ എന്തിനാണ് അത് തപ്പിപ്പോയത് എന്നുള്ളത് അവർക്കപ്പം മനസ്സിലാകില്ല. അതിനുശേഷം ആ ഫ്യൂണറൽ ഡയറക്ടർ കിമ്മിനെ വിളിക്കും. എന്തിനാന്ന് വെച്ചാല് ട്രെയിൻ പൈലറ്റിന്റെ ബോഡി കാണിക്കാനായിട്ട്. കിമ്മിനാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് പോകാൻ പേടിയാകും. കാരണം മുൻപ് പോയപ്പോ അവിടെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. പിന്നെ വ്യോങ്ങിനെയും കൂട്ടി അവൾ അങ്ങോട്ടേക്ക് പോകും. ആ പൈലറ്റിന്റെ ബോഡിയിലാണെങ്കിൽ കംപ്ലീറ്റ് നഖം കൊണ്ട് സ്ക്രാച്ച് ആക്കിയതുപോലെ കാണും. ഫ്യൂണറൽ ഡയറക്ടർ അവരോട് പറയും, ഓക്സോ സ്റ്റേഷനിൽ മരിച്ച എല്ലാവരുടെയും ദേഹത്ത് ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ആർട്ടിക്കിളിൽ ഇതും കൂടി ചേർത്തേക്ക്. ഓക്സോ സ്റ്റേഷനെ പറ്റി എല്ലാവരും അറിയട്ടെ എന്നൊക്കെ. മാത്രല്ല അവൻ പറയും, തന്റെ അച്ഛൻ പണ്ട് തന്നോട് പറഞ്ഞിരുന്നു ഈ ഓക്സോ സ്റ്റേഷനിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന്. നമുക്ക് എന്തായാലും അത് തെളിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ വ്യോങ് അയാളെ ശ്രദ്ധിക്കും. അയാളുടെ പുറകിലായി ഒരു കൈ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. മാത്രല്ല ദേഹത്തൊക്കെ നഖത്തിന്റെ പാടും തെളിഞ്ഞിട്ടുണ്ടാകും. ആ മരിച്ചു കിടക്കുന്ന ബോഡിയിൽ കണ്ട അതേ സ്ക്രാച്ചസ്. ഈ സമയത്താണെങ്കിൽ ആ ലേഡി അവളുടെ സഹോദരന്റെ ഡയറി ഒക്കെ ഇങ്ങനെ പരിശോധിക്കാവും. അതിൽ കുറെ നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചത് കാണും. മാത്രല്ല അവളുടെ അച്ഛന്റെ കൂടെ അവർ നിൽക്കുന്ന ഫോട്ടോയും കാണും. അപ്പോഴാണ് അവൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത്. നേരത്തെ കിം പറഞ്ഞ ആ ഓർഫനേജിലായിരുന്നു ഇവരെല്ലാം താമസിച്ചിരുന്നത്. അവിടെ എല്ലാവരും തമ്മിൽ ഒരു നമ്പേഴ്സ് ആയിരുന്നു പരസ്പരം വിളിച്ചിരുന്നത്. അതാണ് സംഭവം. പ്ലാറ്റ്ഫോമിൽ നേരത്തെ കണ്ട കുട്ടിയുണ്ടല്ലോ, ഈ ഫ്യൂണറലിന് കാണിച്ചു കൊടുത്തതും വ്യോങ്ങിന്റെ ഫ്രണ്ട് മിററിൽ കണ്ടതും ആ ട്രെയിനിന്റെ പൈലറ്റ് പറഞ്ഞതും എല്ലാം ഈ നമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ ഈ ലേഡിക്ക് എന്തൊക്കെയോ മനസ്സിലാകും. ഈ സമയത്ത് കിമ്മിന്റെ മെസ്സേജ് വരും, ഞാൻ നാളെ ഒരു പിക്ചർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിന്റെ സഹോദരന്റെ മരണത്തിന് കാരണമായ ആ സ്റ്റോറി എല്ലാം ഞാൻ തുടർന്ന് പബ്ലിഷ് ആക്കും എന്നൊക്കെ പറഞ്ഞ്. പിറ്റേ ദിവസം നോക്കുമ്പോ അവൾ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ, അതിന് മില്യൺ വ്യൂസ് ഒക്കെ കിട്ടി. അതൊരു വൈറൽ കണ്ടന്റ് ആയി മാറിയിട്ടുണ്ടാകും. എല്ലാ ജനങ്ങളും ദേഹത്തൊക്കെ ഇങ്ങനെ സ്ക്രാച്ചസ് എല്ലാം വരുത്തി ഫോട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്യൂലേ, ആ രൂപത്തിൽ വൈറലായിട്ടുണ്ടാകും ആ പിക്ചർ. അതിനുശേഷം അവളുടെ ദുഷ്ടത്തിയായ ബോസ് ഉണ്ടല്ലോ, കിമ്മിനെ വിളിച്ച് ഇങ്ങനെ പ്രശംസിക്കും. നീ ചെയ്ത ജോബ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്രേക്കിംഗ് ന്യൂസും കൂടി കൊണ്ടുവന്നാൽ നിന്റെ എല്ലാ എക്സ്പെൻസും കമ്പനി വഹിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് പ്രമോഷൻ കൊടുക്കും. അപ്പൊ കിമ്മ് പറയും, എന്റെ കയ്യിൽ ഒരു അടിപൊളി ന്യൂസ് ഉണ്ട്. ആ ആക്സിഡന്റിൽ മരിച്ച ആളുണ്ടല്ലോ, അയാള് സൂയിസൈഡ് ചെയ്തതല്ല, അയാൾ ഏതോ ഒരു കിണർ തപ്പി പോയതാണ്. മാത്രല്ല ഓക്സോ സ്റ്റേഷനിൽ മരിക്കുന്ന ആൾക്കാരുടെ ബോഡിയിലെല്ലാം ആ ഫോട്ടോഗ്രാഫിലത്തെ പോലെ പാടുകൾ ഉണ്ടെന്ന് പറയും. അവളുടെ ബോസ് ആണെങ്കിൽ ആ ന്യൂസ് ഒരു കാര്യാക്കൂല. ഏയ് അതൊരു നല്ല ന്യൂസ് ഒന്നുമല്ല, നമുക്കത് പബ്ലിഷ് ചെയ്യണ്ട, വേറെ വല്ലതും കൊണ്ടുപോവാ എന്ന് പറയും. അതിനുശേഷം വ്യോങ്
വ്യോങ് ഒരു കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിരിക്കായിരിക്കും. അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ കുട്ടിക്കളികളൊന്നും നിർത്തിയിട്ടുണ്ടാകില്ല. വ്യോങ്ങിന്റെ ബാക്കില് കൈ ഇങ്ങനെ വെച്ച് പേടിപ്പിക്കും. അപ്പോഴാണ് വ്യോങ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവന്റെ ഫ്രണ്ടിന്റെ കയ്യില് ആ നഖത്തിന്റെ പാടുണ്ടാകും. അല്ലടാ, നിനക്കിത് എന്തു പറ്റി? നീ ഡോക്ടറെ കാണിച്ചില്ല ഈ പാടുകളൊന്നും എന്നൊക്കെ അവൻ ഇങ്ങനെ ചോദിക്കും. താന് ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്നും നാളെ എന്തായാലും ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ ഇങ്ങനെ മറുപടി പറയും. ശരിക്കും പറഞ്ഞാല് അതെങ്ങനെ വന്നേന്ന് ചോദിച്ചാല്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാഷ്റൂമിൽ വെച്ച് ഈ ഫ്രണ്ട് ഒരു നമ്പർ വായിച്ചില്ലേ, മിററിൽ കണ്ടത്. അങ്ങനെയാണ് ആ ആത്മാവ് ഇവന്റെ ദേഹത്ത് കയറിയത്. അതാണ് സംഭവം. ആരെങ്കിലും ആ ഓർഫനേജിലെ കുട്ടികൾക്ക് ഒരു നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ നമ്പർ വായിച്ചാല് ആ കുട്ടിയുടെ ആത്മാവ് വായിച്ച വ്യക്തി മരിക്കുന്നവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഫ്യൂണറൽ ഡയറക്ടറും ഓക്സോ പ്ലാറ്റ്ഫോമിൽ കണ്ട ആ കുട്ടിയുടെ നമ്പർ വായിച്ചിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ കയ്യിലും ആ അടയാളം വന്നത്. ഈ സമയത്താണെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ ഒരു ലേഡിയുടെ പിക്ചർ എടുത്തതിന് കിം കുടുങ്ങിയില്ലേ, ആ ലേഡിയെ ഇവർ കാണും. അതായത് വ്യോങ്ങും ആ ഫ്രണ്ടും. അവൾ അവിടുത്തെ വാഷ്റൂമിൽ പോയി മേക്കപ്പ് എല്ലാം ഇങ്ങനെ ഇടുകയായിരിക്കും. അപ്പോ അവളുടെ ദേഹത്തും സ്ക്രാച്ചസ് ഉള്ളതായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ പറയണ്ടല്ലോ പൂരം, അവളെയും ഏതോ ഒരു ആത്മാവ് പിന്തുടരുന്നുണ്ട്. അവള് മിററിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഒരു കുട്ടി അവിടെ പ്രത്യക്ഷപ്പെടും. അവളാണെങ്കിൽ പേടിച്ച് അലറി വിളിച്ച് ഒരു ടോയ്ലറ്റിന്റെ അകത്തേക്ക് കയറും. ഈ അലർച്ച കേട്ട് അവിടുത്തെ സെക്യൂരിറ്റി വ്യോങ്ങിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ബാധിക്കപ്പെട്ട ഫ്രണ്ട്, അവനോട് വാഷ്റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു, അങ്ങോട്ടേക്ക് പോയി നോക്ക് എന്ന് റേഡിയോ വഴി അറിയിക്കും. അവൻ ഇങ്ങനെ അകത്ത് ചെന്ന് നോക്കുമ്പോ ടോയ്ലറ്റിന്റെ അകത്ത് നിന്ന് വല്ലാത്തൊരു ശബ്ദം കേൾക്കും. അതെന്താന്നറിയാനായി താഴെ കൂടെ നോക്കുമ്പോ ആ ലേഡി മരിച്ചു കിടക്കായിരിക്കും. മാത്രല്ല അവനെ പിന്തുടർന്നു കൊണ്ടിരുന്ന ആ ഒരു ആത്മാവുണ്ടല്ലോ, ആ കുട്ടിപ്രേതം, അത് വന്ന് അവനെ അങ്ങ് കൊല്ലുകയും ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടാരോ ചെയ്ത പാപത്തിന് നിരപരാധികളായ ആളുകളാണ് മരിച്ചു വീഴുന്നത്. ആ പാപം എന്താണ് എന്നുള്ളതാണ് ഈ കഥയുടെ ത്രെഡ്. ഞാനത് വഴിയെ പറഞ്ഞു തരാട്ടോ. അങ്ങനെ കിമ്മിനെ വിളിച്ച് അവളുടെ ബോസ് ആ ഫ്രണ്ടിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറയും, അവർക്ക് ന്യൂസ് ഒക്കെ കൊടുക്കാനായിട്ട്. കിം അവിടെ ചെല്ലുമ്പോ ആ ഡിറ്റക്റ്റീവ് ഉണ്ടാകും അവിടെ. ഓക്സോ പ്ലാറ്റ്ഫോമിലെ കേസ് എല്ലാം അന്വേഷിക്കുന്ന ആ ഡിറ്റക്റ്റീവ് അയാൾ അവളോട് ചോദിക്കും, അല്ല നീ ഇന്റർവ്യൂ ചെയ്യുന്നവരും നിന്റെ സുഹൃത്തുക്കളും എല്ലാരും മരിക്കുകയാണല്ലോ, നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ മരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യും. നിങ്ങൾ മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയരുത് കേട്ടോ. ഇപ്പൊ മരിച്ചത് തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് അവള് നേരെ വ്യോങ്ങിന്റെ അടുത്തേക്ക് പോകും. അവൻ തന്റെ ഉറ്റ സുഹൃത്ത് മരിച്ചതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചാണ് അവൾ അങ്ങോട്ട് ചെന്നത്. അവൾ അവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോ അവൻ പറയും, അവൻ മരിച്ചതിൽ മാത്രല്ല എന്നെയും ആത്മാവ് പിന്തുടരുന്നുണ്ട് എന്ന് പറയും. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാല്, അവന് പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെൺകുട്ടി 0816 എന്ന നമ്പർ ബാഡ്ജായി ധരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അറിയാതെ ആ നമ്പർ അങ്ങ് വായിച്ചിട്ടുണ്ടാകും. അതിനുശേഷം അവന്റെ കയ്യിലും ആ പാട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവൻ കിമ്മിനോട് പറയും, ആ പൈലറ്റ്, ആ ട്രാൻസ്ജെൻഡർ, പിന്നെ നമ്മുടെ ഫ്രണ്ട് എല്ലാവരും ഇങ്ങനെ സ്ക്രാച്ച് വന്നിട്ടാണ് മരിച്ചത്. അപ്പൊ ഞാനും മരിക്കും, അത് 100% ഉറപ്പാണ് എന്ന്. അതിനുശേഷം അവൻ ഉറങ്ങുമ്പോ മുൻപ് ആ ലേഡി കണ്ടതുപോലെ കിണറെല്ലാം അവൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണും. അത് മാത്രല്ല കുറെ കുട്ടികൾ അവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അവന് തോന്നും. അതിന്റെ പിറ്റേ ദിവസം കിമ്മും വ്യോങ്ങും ആ ലേഡിയുടെ അടുത്ത് പോകും. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ ലേഡി ആണെങ്കിൽ താൻ കിമ്മിനെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്നും തന്റെ സഹോദരന്റെ ഡയറി പരിശോധിച്ചപ്പോഴാണ് തനിക്ക് എല്ലാം ഓർമ്മ വന്നത് എന്ന് പറയും. പിന്നെ ആ ഫ്ലാഷ് ബാക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കും. അതായത് ആ ഓർഫനേജ് നടത്തിയത് അവരുടെ അച്ഛനായിരുന്നു. ഓക്സോ സ്റ്റേഷനിൽ കാണുന്ന നമ്പറുകൾ ഉണ്ടല്ലോ, ഈ ആളുകൾ വായിക്കുന്ന നമ്പർ, അതെല്ലാം ആ കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ ആണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതു കേട്ട കിം ആണെങ്കിൽ, നിങ്ങളുടെ സഹോദരന്റെ കയ്യിൽ വല്ല ഫോൺ ഉണ്ടോ, അതിൽ വല്ലതും ഉണ്ടോന്ന് നമുക്ക് പരിശോധിക്കണം എന്ന് പറയും. അവർ ആ ഫോൺ പരിശോധിക്കുമ്പോ ആ സഹോദരൻ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടാകും. അവൻ അന്വേഷിച്ചു പോയ ആ കിണറിലേക്കുള്ള വഴി കണ്ടുപിടിച്ച ഒരു വീഡിയോ. ആ വീഡിയോയുടെ അവസാനം കുറെ എല്ല് മാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്നൊന്നും അവർക്ക് അപ്പൊ മനസ്സിലാകില്ല. അങ്ങനെ കിമ്മും വ്യോങ്ങും പ്ലാറ്റ്ഫോമിലേക്ക് പോകും. ക്യാമറയിൽ പെടാതെ വ്യോങ് കിമ്മിനെ കൊണ്ട് ആ മരിച്ച വ്യക്തി കാണിച്ച വഴിയുണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ പോവുമായിരിക്കും. കിമ്മിന് പെട്ടെന്ന് എന്തോ ഒരു പന്തികേട് തോന്നും. അവൻ തന്റെ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഫേസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു മാർക്കിംഗ് വരൂലേ, അതുപോലെ ഒരു മാർക്കിംഗ് ഇങ്ങനെ കാണും. ആ മാർക്കിംഗ് ആണെങ്കിൽ അടുത്തടുത്ത് ഇങ്ങനെ വരികയായിരിക്കും. അവൻ ഫോൺ മാറ്റി നോക്കുമ്പോ ഒരു കുട്ടി പ്രേതം അവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അവന് തോന്നും. അവൻ പേടിച്ച് അവിടെ കിടന്ന് നിലവിളിക്കും. കിം അവനെ എണീപ്പിച്ച് എന്താ പറ്റിയേ, നിനക്കെന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ അവന്റെ പുറകുവശത്തായിട്ട് വ്യോങ് എന്ന് വിളിക്കുന്നതായിട്ട് അവന് കേൾക്കും. അത് മറ്റാരുമല്ല, കിം ആയിരിക്കും. അവള് വന്ന് അവനെ വഴക്ക് പറയും, നീ എന്തിനാടാ ഒറ്റക്ക് ഇങ്ങോട്ട് വന്നത്, നമുക്ക് ഒന്നിച്ച് വരാന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഒറ്റക്ക് വന്നേന്നൊക്കെ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വ്യോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നത് കിം അല്ല, പകരം ആ ആത്മാവായിരുന്നു. അത് കിമ്മിന്റെ വേഷത്തിൽ അവനെ കൊല്ലാനായി വന്നതായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ആ കിണറിന്റെ ലൊക്കേഷനിലെത്തും. പതിയെ മണ്ണെല്ലാം മാറ്റി നോക്കുമ്പോ അതിന്റെ അകത്ത് നിന്ന് കുറെ കുട്ടികൾ ഇങ്ങനെ എണീറ്റ് വരും. ഒന്നും രണ്ടുമല്ല, ഒരുപാട് പിഞ്ചോമനകൾ. അപ്പൊ അവർക്ക് ആ കാര്യം അങ്ങ് മനസ്സിലാകും. അതായത് ഈ ഓക്സോ പ്ലാറ്റ്ഫോം നിർമ്മിക്കാനായി ഈ പിഞ്ചോമനകളെ ജീവനോടെ ആരൊക്കെയോ
ചേർന്ന് കൊന്നതാണ്. അതിന്റെ പ്രതികാരമാണ് ഈ കുട്ടികൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. കിം അവരോട് പറയും, ഞാൻ ഈ കാര്യം പുറത്തു കൊണ്ടുവരാം, സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കും എന്ന് പറഞ്ഞ് നേരെ പോലീസിനെ എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു എന്നായപ്പോ കിം അവളുടെ ഓഫീസിലേക്ക് പോകും. അവളുടെ സുപ്പീരിയർ വന്ന് അവളോട് പറയും, നിന്നെ ബോസ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേഗം ചെല്ല് എന്ന്. ബോസിന്റെ അടുത്ത് ചെന്ന് അവളാണെങ്കിൽ ബോസിനോട് പറയും, ബോസ് ഞാൻ പുതിയ ആർട്ടിക്കിൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറെ കുട്ടികളെ ആരൊക്കെയോ ചേർന്ന് കൊന്നിട്ടുണ്ട്, നമുക്കതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും എന്ന്. ഈ ബോസ് ആണെങ്കിൽ അവളോട് പറയും, പിന്നെ ഓക്സോ പ്ലാറ്റ്ഫോം നിർമ്മിച്ച മുതൽ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ അറിയാത്ത കാര്യങ്ങളായിട്ട് അവിടെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, നീ കൂടുതൽ അന്വേഷിക്കണ്ട, നിന്നോട് ഞാൻ ഈ അന്വേഷണം നേരത്തെ തന്നെ നിർത്താൻ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാണെന്ന് അവൾ അറിയിക്കും. അവിടേക്ക് അവളുടെ സുപ്പീരിയർ വന്ന് കിമ്മിനെ അവിടെ നിന്ന് കൊണ്ടുപോകും. മാത്രല്ല അവളെ ഒരു കാര്യം അറിയിക്കും, പിന്നെ ആ കുട്ടികൾ മരിക്കാനുള്ള കാരണം നമ്മളുടെ ബോസ് തന്നെയാണ്, ബോസ് ഉൾപ്പെട്ട ഈ കേസിൽ നീ ന്യൂസ് ഉണ്ടാക്കുമ്പോ പിന്നെ നിന്നെ സസ്പെൻഡ് അല്ലേ ചെയ്യുകയുള്ളൂ എന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ വ്യോങ്ങിനാണെങ്കിൽ മര്യാദക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, കാരണം അവൻ ഇപ്പോൾ ആ ആത്മാവിന്റെ പിടിയിലാണ്. കണ്ണം നടക്കുമ്പോ ഈ ആത്മാവിനെയാണ് അവൻ സ്വപ്നം കാണുന്നത്. അവൻ വേഗം എണീറ്റ് ഓടി പ്ലാറ്റ്ഫോമിന്റെ അവിടെ എത്തുമ്പോ ആ ഫ്യൂണറൽ ഡയറക്ടർ ഉണ്ടല്ലോ അയാൾ ഉണ്ടാകും അവിടെ. അപ്പൊ അവനൊരു കാര്യം ശ്രദ്ധിക്കും, അയാളുടെ കയ്യിൽ ആ സ്ക്രാച്ച് അതാണെങ്കിൽ കാണാനും ഉണ്ടാവില്ല. അപ്പൊ ഈ ഡയറക്ടർ അത് അപ്രത്യക്ഷമാക്കിയ ആ ട്രിക്ക് അവന് പറഞ്ഞു കൊടുക്കും. അതായത് ഈ ബന്ധിക്കപ്പെട്ടവർ വായിച്ച ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ വേറെ ആരോടെങ്കിലും വായിക്കാൻ പറഞ്ഞ് അവർ വായിച്ചാൽ ആ ആത്മാവ് പിന്നെ അവരുടെ പിന്നാലെയാകും. ഇതു കേട്ട വ്യോങ്ങിന്റെ മൈൻഡിലാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനും ആ ആത്മാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നാകും. ഈ സമയത്ത് ആ ലേഡി ഉണ്ടല്ലോ, ആ മരിച്ച ആളുടെ സഹോദരി, അവൾ കിമ്മിന്റെ അടുത്ത് വന്നിട്ടൊരു കാര്യം പറയും, ഫ്യൂണറൽ ഡയറക്ടർ തന്നെ ചതിച്ചു, അയാളുടെ കൂടെയുള്ള ആത്മാവ് ഇപ്പോ തന്റെ കൂടെയാണ്, മാത്രല്ല തനിക്കൊരു കാര്യം ഇപ്പൊ ക്ലിയർ ആയി എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഡയറക്ടർ ആ ലേഡിയെ ഭീഷണിപ്പെടുത്തുകയും കുറെ മർദ്ദിക്കുകയും ചെയ്ത് അവളെ ആ നമ്പർ പറയിപ്പിച്ചിട്ടുണ്ടാകും. അവൾ ആ നമ്പർ പറഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടി വന്ന് ആ ലേഡിയുടെ കയ്യിൽ പിടിക്കും. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മ വന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത് എന്നൊക്കെ. ഓക്സോ പ്ലാറ്റ്ഫോം പണിയതിന്റെ മുമ്പായിട്ട് ഈ കുട്ടികളെ എല്ലാം അവിടെയുള്ള ഒരു കിണറ്റിൽ ഇറക്കിയിട്ടുണ്ടാകും. അവരോട് നിങ്ങൾ എവിടെ നിൽക്ക്, ഇതൊരു പരീക്ഷണമാണ്, ആരും ശബ്ദിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ കിണർ മൂടിയിട്ടുണ്ടാകും. ആ കുട്ടികൾക്കാണെങ്കിൽ അതെന്ത് പരീക്ഷണമാണെന്നൊന്നും മനസ്സിലാകില്ല, അവർ പേടിച്ച് മിണ്ടാതെ അതിനകത്ത് തന്നെ ഇരിക്കും. പിറ്റേ ദിവസം ആ കിണർ മൂടിയ വ്യക്തി വന്ന് കിണർ തുറക്കും. എന്നിട്ട് 1001 മാത്രം മുകളിലേക്ക് വരിക എന്ന് പറയും. ആ കയറി വന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണ് ഈ ലേഡി, അതായത് ആ കിണർ മൂടിയ അയാളുടെ മകള്. അങ്ങനെ അവളെ മുകളിലേക്ക് വിളിക്കുമ്പോ കൂടെയുള്ള കുട്ടികൾ പറയും, ഞങ്ങൾക്ക് ഇവിടെ പേടിയാകുന്നുണ്ട്, നീ മുകളിൽ എത്തിയ ഉടനെ ഞങ്ങളുടെ നമ്പർ വിളിക്കാൻ പറയൂ കേട്ടോ, ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണേന്ന്. പക്ഷേ ഈ ലേഡി കയറിയതും ആ കിണർ വീണ്ടും അങ്ങ് മൂടി വെക്കും. അതായിരുന്നു ആ കുട്ടികൾ അവസാനമായി ഈ ലോകത്ത് നിന്ന ആ ഒരു നിമിഷം. ആ ദ്രോഹികൾ ഈ പിഞ്ചോമനകളെ ജീവനോടെ മൂടി അവിടെ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് പണിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയമല്ലേ, എന്തിനാണ് ഈ കിണർ മൂടി വെച്ചത്, അതിനകത്ത് കുട്ടികളെ ഇട്ടിട്ട് എന്നുള്ളത്? സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് ഈ ദ്രോഹികളുണ്ടല്ലോ, അവർ ഈ കുട്ടികളുടെ അവയവങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. കുട്ടികളുടേതാവുമ്പോ അവർക്കൊന്നും അറിയില്ലല്ലോ, അവരാരോടും പറയുകയില്ലല്ലോ. മനുഷ്യന്റെ അകത്തുള്ള അവയവങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്തിനാ പറ്റുക? അങ്ങനെ ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഓക്സോ പ്ലാറ്റ്ഫോം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ പിന്നെ അതിന്റെ താഴെ കുട്ടികളെ മൂടിക്കഴിഞ്ഞാൽ ആരും തന്നെ ആ വിവരം അറിയില്ലല്ലോ, അതിനാണ് ഈ കുട്ടികളെ മൂടിയിട്ടുള്ളത്. ഇതായിരുന്നു ആ ഓക്സോ സ്റ്റേഷനിൽ വരുന്നവരെ കൊല്ലാനുള്ള കാരണം. ആ കുട്ടികൾക്ക് ആരാണ് അവരെ കൊന്നത് എന്ന് പോലും മനസ്സിലാകാനുള്ള പ്രായമായിട്ടില്ലല്ലോ, അതാണ് അവർ എല്ലാരെയും കൊന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കിമ്മിനും വ്യോങ്ങിനും കഥയെല്ലാം മനസ്സിലായി. പക്ഷെ വ്യോങ്ങിന് ഇപ്പോഴും ആ ആത്മാവ് ബാധിച്ചിട്ടുണ്ടല്ലോ, അവനറിയാം എങ്ങനെയാണ് ആ ആത്മാവിനെ വേറെ ആൾക്ക് കൊടുക്കേണ്ടത് എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ കിമ്മിനെ ഫോൺ വിളിക്കും. എന്നിട്ട് സൂത്രത്തിൽ അവളോട് പറയും, എന്റെ ഫോൺ നമ്പർ മാറിയിട്ടുണ്ട്, നീ അതൊന്ന് നോട്ട് ചെയ്ത് വെക്ക്, മറന്നു പോവേണ്ട എന്ന്. അവൻ സൂത്രത്തിൽ അവളെ കൊണ്ട് അവന്റെ ആ നമ്പർ പറയിപ്പിക്കും, 0816 എന്ന്. അവളത് പറഞ്ഞതും അവൻ അവളോട്, സോറി കിം, എനിക്ക് ജീവിച്ചു മതിയായിട്ടില്ല, ഈ നമ്പർ നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇനി എന്റെ പിന്തുടർന്ന ആ ആത്മാവ് ഇനി നിന്റെ പിന്നെയാവുമെന്ന് പറയും. ശരിക്കും പറഞ്ഞ ചെറ്റത്തരാണ് അവൻ അവിടെ കാണിച്ചതില്ലേ. കിമ്മിനെ ചതിച്ചത് അവളുടെ ഉറ്റ സുഹൃത്താണല്ലോ. അവള് നേരെ ചെന്ന് ആ ഫ്യൂണറൽ ഡയറക്ടറെ പോയി കാണും. അയാളോട് ചോദിക്കും, എങ്ങനെയാണ് ഇത് ഒഴിവാക്കുന്നത്, എന്താണ് ആ ട്രിക്ക് എന്നൊക്കെ. അയാൾ ആ ട്രിക്ക് അവൾക്കാണ് വ്യക്തമാക്കി കൊടുക്കും. നീ ആരെ കൊണ്ടെങ്കിലും ഈ നമ്പർ പറയിപ്പിക്കണം, ആ പറയിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ മനസ്സിലാവരുത് എന്തിനാണ് ഈ നമ്പർ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൾ ഒന്നും തന്നെ മിണ്ടാതെ മെല്ലെ അവിടെ നിന്ന് പോകും. അവളുടെ വീട്ടിലെത്തിയതിനു ശേഷം ആ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അവൾ പ്രസിദ്ധീകരിച്ച ആ ആർട്ടിക്കിൾ അവൾ അതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോ അവൾ എഴുതിയതൊന്നും ആകില്ല അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അവള് നേരെ സുപ്പീരിയറെ വിളിച്ച് കാര്യം അന്വേഷിക്കും. അപ്പൊ അയാൾ അവളോട് പറയും, പിന്നെ നിന്റെ സസ്പെൻഷൻ മാറ്റി നിന്നെ ഓഫീസിൽ നിന്നും പുറത്താക്കാനാണ് ബോസ് തീരുമാനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൽ ഇനി നിന്റെ കയ്യൊപ്പുണ്ടാകില്ല എന്ന്. അതും കൂടി കേട്ടപ്പോ കിമ്മിനാണെങ്കിൽ കംപ്ലീറ്റ്
ഫിലിമിക്ക് ദേഷ്യാകും. ആത്മാവും പിടിച്ചിട്ടുണ്ട്, ഇപ്പൊ ഉള്ള ജോലി പോവും ചെയ്തു. കിം നേരെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ എഴുതി നേരെ ബോസിന്റെ അടുത്ത് ചെന്ന് പറയും, ഇന്നാ പിടിച്ചു എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ഇനി എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ, ഞാനായിട്ട് പോയിക്കോളാം. പക്ഷേ എനിക്കൊരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു തരണമെന്ന്. എന്നിട്ട് അവൾ ആ നമ്പർ ഉണ്ടല്ലോ 0816, അതൊരു പേപ്പറിൽ എഴുതി ബോസിന്റെ മുമ്പിൽ വെക്കും. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഇത് വായിച്ചാ നീ ഇവിടെ നിന്ന് പോവുമല്ലോ എന്നും പറഞ്ഞ് ആ ബോസ് 0816 എന്ന് പറയും. അതോടുകൂടി ചെറിയൊരു ചിരി ചിരിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങും. ഇപ്പൊ ബോസ് ആണെങ്കിൽ ആർക്കുന്നത് കേൾക്കാം, അതായത് ആ ആത്മാവ് ബോസിന്റെ ദേഹത്ത് കയറിയെന്ന്. ഇനി ആ ബോസിന്റെ കാര്യം കട്ട പോകുകയാണല്ലേ. ശരിക്കും പറഞ്ഞ ഇപ്പോഴാണ് ആ കുട്ടികളുടെ ആത്മാവ് കറക്റ്റ് ആൾക്കാരെ കൊന്നത്. ഫസ്റ്റ് ആ ഓർഫനേജ് മുതലാളി, പിന്നെ ആ ലേഡിയുടെ സഹോദരൻ, ഒന്നും അറിയാതെ ആണെങ്കിലും അതിൽ ഇൻവോൾവ് ആയ ആ ലേഡിയും, അവസാനമായി ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആ ദുഷ്ടത്തിയായ ബോസും. അതോടുകൂടി ഈ ഫിലിം ഇവിടെ അവസാനിക്കും. ഞാൻ ഈ കഥക്കൊരു പ്രത്യേകത കണ്ടത് എന്താന്ന് വെച്ചാല്, പൊതുവെ പ്രേതക്കഥയാകുമ്പോ അവസാനം പ്രേതത്തെ ആവാഹിക്കുകയും തളക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാകൂലേ. ഈ മൂവിയിലാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലട്ടോ. ഈ കുട്ടികൾ മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും അവിടെ ആ കുട്ടികൾക്ക് നീതി കിട്ടിയ പോലെയാണ് ഈ കഥ അവസാനിക്കുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. എന്നാ പിന്നെ അടുത്തൊരു കഥയുമായി വരുന്നത് വരെ ഒരു ചെറിയൊരു കുട്ടി ബ്രേക്ക്.